മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൽ രേവതീനെ പറ്റിയിട്ട് ചന്ദ്ര പറയുന്നത് ഇഷ്ടാവാതെ സച്ചി ചന്ദ്രയോട് ദേഷ്യപ്പെടുമ്പോൾ രവീന്ദ്രൻ പറയണം സച്ചി നീ മിണ്ടാതിരിക്കുക പറഞ്ഞിട്ട് രേവതിയോട് പറയാണ് മോളെ നീ സച്ചിനെയും കൂട്ടി അകത്തേക്ക് പോകുമെന്ന് പറയണം. അപ്പോൾ രേവതി വാ സച്ചിയേട്ടാ പോവാന്ന് പറഞ്ഞിട്ട് സച്ചിനെയും കൂട്ടി അകത്തേക്ക് പോവാണ്. നിങ്ങളെല്ലാവരും പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞേക്കാണ്. ആ സമയത്ത് ചന്ദ്ര പറയും രവിയേട്ടാ നിങ്ങളിനി കടം കൂടുതൽ പേരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ചന്ദ്രേ, നീ എന്നെ എൻ്റെ മക്കളുടെയും മരുമക്കളുടെയും മുമ്പിൽ വെച്ച് നീ എന്നെ നാണം കെടുത്തി അപമാനിച്ചു. നിൻ്റെ വീടായതുകൊണ്ടല്ലേ നീ ആധാരത്തിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞേ. ഇനി എന്നെ ഇതിലും കൂടുതൽ അപമാനിക്കണേ. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ നോക്കട്ടെ നിൻ്റെ വീടിൻ്റെ ആധാരം ഇല്ലാതെ എനിക്ക് പൈസ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ പറയണം. അല്ല രവിയേട്ടൻ ഞാൻ പറയാം വേണ്ട ചന്ദ്ര നീ ഒന്നും മിണ്ടണ്ട എനിക്കെല്ലാം മനസ്സിലായി പറയുമ്പോൾ നീ പൊക്ക വിടുന്ന പറയുമ്പോൾ ചന്ദ്ര പോവാണ്. അങ്ങനെ രവീന്ദ്രനാകെ വിഷമിച്ചിട്ട് ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് മഹിമ, അതായത് വർഷയുടെ വീട്ടിലെ മഹിമയും മഹിമയുടെ ഭർത്താവും കൂടി സംസാരിക്കുകയാണ്. അപ്പം മഹിമ പറയാണ് മധുസൂദനൻ ചേട്ടാ മധുവേട്ടാ എനിക്കൊരു 7 ലക്ഷം രൂപ വേണം പറയാം. അപ്പോൾ എന്തിനാ ചോദിക്കുമ്പോൾ പറയുക സച്ചിയുടെ വീട്ടിൽ, അതായത് വർഷയുടെ ശ്രീകാന്തിൻ്റെ വീട്ടിൽ ഒരു റൂമും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് 7 ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ എന്തായാലും പൈസ ഉണ്ടാവില്ല സഹായിക്കാനെന്ന് പറയുമ്പോൾ നിൻ്റെ സഹായം അവർ സ്വീകരിക്കും. ഇപ്പോൾ നമ്മുടെ പൈസ അവർക്ക് ആവശ്യമായില്ല ചോദിക്കുകയാണ്. അപ്പോൾ അവർ പൈസ ചോദിച്ചിട്ടൊന്നല്ല കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പറയുക. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ അതിനൊരു വ്യക്തമായ പ്ലാനിങ് ഉണ്ട് പറയുകയാണ്. വ്യക്തമായ പ്ലാനിങ്ങോ അതെന്താ മഹിമയെ ചോദിക്കാനാണ് രവീന്ദ്രൻ. അത് ഞാൻ പറഞ്ഞുതരാം. സോറി മധുസൂദനൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം മധുവേട്ടാ. നമ്മളിപ്പോൾ ഈ പൈസ കൊണ്ടേ കൊടുക്കുമ്പോൾ അത് വാങ്ങാൻ എന്തായാലും സച്ചി സമ്മതിക്കില്ല. സച്ചി സമ്മതിക്കാതിരിക്കുമ്പോൾ സച്ചിക്ക് രവീന്ദ്രൻ നമുക്ക് അത് അഭിമാനക്കുറവാണ്, അവർ സമ്മതിക്കില്ല. പക്ഷേ പണത്തിനോട് ആർത്തിയുള്ള 2 പേരുണ്ട് അവിടെ, സുധിയും ശ്രീകാന്തിൻ്റെ അമ്മയും അപ്പോൾ ചന്ദ്രയും. അപ്പോൾ എന്തായാലും അവരത് മേടിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ സച്ചി രവീന്ദ്രൻ മേടിക്കാതിരിക്കണതിൻ്റെ പേരിൽ സച്ചി അഭിപ്രായം പറയുക. അപ്പോൾ അവിടെ എന്തായാലും സുധി സച്ചി തമ്മിലൊരു വഴക്കുണ്ടാവും, ചന്ദ്രൻ തമ്മിൽ അതൊരു വലിയ കലഹമാവും. അങ്ങനെ വഴക്കിൽ നിൽക്കാൻ താല്പര്യമില്ലാണ്ട് വർഷയും ശ്രീകാന്തും നമ്മളെ കൂടെ ഇങ്ങോട്ട് പോരും പറയും. ഓ നല്ല ഐഡിയ, നീ ഇങ്ങനെ കുറേ ഐഡിയ പറഞ്ഞതല്ലേ, പക്ഷേ എന്തെങ്കിലും നടപ്പിലായോ? അല്ല മധുവേട്ടാ ഇത് നടക്കും പറയണം. ശരി ഞാൻ തരാം കുഴപ്പമില്ല നീ പോയിട്ട് വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മധുസൂദനൻ 7 ലക്ഷം രൂപയുടെ ചെക്ക് മഹിമയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ മഹിമ ചന്ദ്രോദയത്തിൽ എത്തണു. മഹിമയെ കാണുമ്പോൾ ചന്ദ്രമതി വളരെ സന്തോഷത്തോടു കൂടി മഹിമയെ വായോ എന്ന് പറഞ്ഞിട്ട് മോളെ വർഷയെ ധാരാ വന്നേക്കണേ നോക്കിയ പറഞ്ഞിട്ട് വലിയ ആദരവോടുകൂടി മഹിമേനെ സ്വീകരിച്ചിരുത്തുമ്പോൾ രവീന്ദ്രൻ ആ മഹിമയാണെന്ന് ചോദിച്ചിട്ട് വരികയാണ്. എല്ലാവരും അങ്ങനെ വരികയാണ്. വരുന്ന സമയത്ത് മഹിമ പറയും രവിയേട്ടാ ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വന്നത്, അവിടെ റൂം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സഹായത്തിന് ഒരു 7 ലക്ഷം രൂപ തരാൻ വേണ്ടി വന്നത്. അപ്പം എൻ്റെ മഹിമ 7 ലക്ഷം രൂപയുടെ ചെക്ക് എടുത്തിട്ട് രവീന്ദ്രൻ്റെ അടുത്തേക്ക് നീട്ടും. രവീന്ദ്രൻ്റെ അടുത്തേക്ക് നീട്ടുമ്പോൾ അവിടെ സച്ചി വരും, രേവതി വരും, എല്ലാവരും ഉണ്ട്. സച്ചി, രേവതി, ശ്രുതി, ശ്രീകാന്തും വർഷയും എല്ലാവരും ഉണ്ട്. അപ്പോൾ നീട്ടുമ്പോൾ സച്ചി പറയും ഇതിപ്പോൾ എന്തിനാ ഇവിടെ റൂം എടുക്കണേന് നിങ്ങളുടെ പൈസ ചോദിക്കും. നിങ്ങളുടെ പൈസ ഒന്നും ഇവിടെ ആവശ്യമില്ല, അങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾ ചിലവാക്കില്ലേ പൈസ, വർഷയുടെ അമ്മ പൈസ തന്നിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ റൂം എടുക്കാമെന്നൊക്കെ വെച്ചിട്ട് സച്ചി പറയും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ രവീന്ദ്രൻ, അപ്പോൾ ചന്ദ്ര പറയും നീ എന്താ സച്ചി പറയണത്, അവർ സ്നേഹം കൊണ്ട് തരണമല്ലേ, നീ എന്തിനാ അങ്ങനെ ആവശ്യമില്ലാത്തടത്ത് കയറി സംസാരിക്കാൻ നിൽക്കണം, നിനക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ സച്ചി ചോദിക്കുമ്പോൾ രേവതി പറയും അങ്ങനെ ഇപ്പോൾ അവർ വർഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വർഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണെന്ന് പറയും വർഷയുടെ അമ്മ മഹിമ. അപ്പോൾ രവതി പറയും അങ്ങനെ വർഷയ്ക്ക് വേണ്ടി ചെയ്യാനാണെങ്കിൽ ആൻറ്റി നിങ്ങളൊരു കാര്യം ചെയ്യും, വർഷയ്ക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്ക്, വർഷയുടെ പേരിൽ എന്തെങ്കിലും ശരിയാക്കി കൊടുക്കുക, അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ റൂം എടുക്കണേന് ആൻറ്റി എന്തിനാ ചെക്ക് കൊടുന്ന് തരണേന്ന് ചോദിക്കും രേവതി പറയുമ്പോൾ നീ ആരുടെ അഭിപ്രായം പറയാം, നീ എന്തിനായിട്ട് ഇതിൽ അഭിപ്രായം പറയണോ, വലിയ അഭിപ്രായം പറയാനുള്ള ഒരാൾ വന്നേക്കണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ രേവതിയെ കുറ്റപ്പെടുത്താണ്. ഇത് കേട്ടിട്ട് ശ്രുതി നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും ശ്രുതിയോട് ഇപ്പോൾ കാണാട്ടോ ശ്രുതി, അവിടുത്തെ അംഗങ്ങൾ പറയുമ്പോൾ ശ്രുതി പറയും നീ എന്തിനാ അത് വേണ്ടെന്ന് പറയണേ, നീ ഇവിടെ അഭിപ്രായം പറയാൻ ആരാ, ആൻറ്റി സ്നേഹം കൊണ്ട് തന്നല്ലേ, നീ എന്തിനാണ് ഇവിടെ അഭിപ്രായം പറയണേ, നീ എന്തിനാ അത് വേണ്ടെന്ന് പറയുമ്പോൾ സച്ചി പറയാം നിനക്ക് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോടാ, നാണമില്ലാത്തവനെ പറയുമ്പോൾ ആടാ നിനക്ക് മാത്രമേ ഉളുപ്പും നാണുള്ളൂ, ഞങ്ങൾക്കൊന്നുമില്ല, നിൻ്റെ അഭിപ്രായങ്ങൾ മാത്രമേ ഇവിടെ വില പോകാൻ പാടുള്ളൂ, വേറെ ആരുടെ അഭിപ്രായങ്ങൾ ഇവിടെ വില പോകാൻ പാടില്ല, എന്ത് സ്വഭാവമാണ് അത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വർഷ പറയും എന്തിനാ സച്ചിയേട്ട അത്ര ദേഷ്യപ്പെടുന്നത്, അമ്മ ഒരു സഹായത്തിന് വേണ്ടി കൊടുന്നു അല്ലാണ്ട് വേറെ ഒന്നല്ലല്ലോ, അമ്മ അതൊരു ഇതായിട്ട് തന്നതൊന്നല്ലല്ലോ, അമ്മയുടെ ഒരു മനസ്സിലത്തെ സന്തോഷം കൊണ്ട് തന്നു അത്രയേ ഉള്ളൂ, ഇതിനിപ്പോൾ സച്ചിയേട്ടൻ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കണം ചോദിക്കും. അങ്ങനെ രവീന്ദ്രൻ പറയും സച്ചി പറഞ്ഞാൽ എന്ത് തെറ്റ്, ഞാൻ പറയാൻ വന്നതാണ് അവൻ പറഞ്ഞത്, ഇവിടെ ഇപ്പോൾ ഈ ചെക്കിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയും രവീന്ദ്രൻ. ഇപ്പോൾ വർഷം ഞാൻ എൻ്റെ വീടാന്ന് വിചാരിച്ച് ചെയ്തത്, ഞാൻ എൻ്റെ വർഷമോൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ ഇരുന്ന് നല്ല സെൻറ്റി അടിക്കുമ്പോൾ വർഷയ്ക്ക് വിഷമാവും. അപ്പം
സച്ചി പറയാം, നിങ്ങളുടെ മനസ്സിലിരിപ്പോൾ എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഇതിൻ്റെ പേരിൽ ഇവിടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വന്നേക്കണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വർഷ സച്ചിയോട് പൊട്ടിത്തെറിക്കും. സച്ചിയായിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത് എന്നൊക്കെ പറയും. അപ്പോൾ വർഷ പറയും, വർഷയോട് മഹിമ പറയും, മോളെ നമ്മളെ എന്നെയും വർഷേനെയും ഈ വീട്ടിലത്തെ ഒരു അംഗങ്ങളായിട്ട് ഇവരെ കണക്കാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പറയുമ്പോൾ രേവതി പറയും, ആൻറ്റി അങ്ങനെ പറഞ്ഞ ആൻറ്റി വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. വർഷേനെ ഈ വീട്ടിലത്തെ അംഗമായിട്ട് കണക്കാക്കിയിട്ടില്ല എന്ന് ആരാ പറഞ്ഞാൽ? വർഷ എൻ്റെ അനിയത്തിയെ പോലെ ഞാൻ നോക്കണേ, ഇല്ലെങ്കിൽ വർഷ പറയട്ടെ, വർഷയ്ക്ക് എന്തെങ്കിലും ഇവിടെ ഒരു കുറവ് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പൊന്നു പോലെ ഞാൻ വർഷേനെ നോക്കണ്ട്. വർഷ ഈ വീട്ടിൽ തങ്കല്ലെന്ന് ആരാ പറഞ്ഞ? അതിൻ്റെ ഇതിൻ്റെ പേരും പറഞ്ഞ് വെറുതെ ഇവിടെ വഴക്കുണ്ടാക്കാൻ നിൽക്കരുത് എന്ന് പറയും രേവതി പറയും. രേവതി പറയുന്ന സമയത്ത് എല്ലാവരും ചന്ദ്രമതിയൊക്കെ അങ്ങനെ ദേഷ്യം രേവതി അരച്ച് കളിച്ച് കുടിക്കാനുള്ള ദേഷ്യത്തോട് കൂടിയിട്ടാണ് നിൽക്കണം. അങ്ങനെ ആ ഒരു ചെക്കും കൊണ്ട് ചന്ദ്രോദയം കലക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മഹിമ വന്നിരിക്കണത്. ആ ഒരു ചെക്ക് സംബന്ധിച്ചിട്ടുള്ള ഗംഭീര വഴക്കാണ് ഇന്ന് ചന്ദ്രോദയത്തിലത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം എന്നത്തെയും പോലെ ഞാൻ വീണ്ടും പറയാണ്, എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. Thank you.